Hi friends, once again welcome back to Govind's Travels. എല്ലാവർക്കും എ ഡേ ഇൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാച്യുവിൻ്റെ അകലെ നിന്നുള്ള ദൃശ്യങ്ങൾ, ചെക്കിംഗ് പ്രൊസീജിയർ എന്നിവ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റാച്യുവിൻ്റെ അകത്തെ വിശേഷങ്ങളും അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള വ്യൂവും മറ്റുമാണ്. ഈ കാണുന്ന പാലം നമ്മളുടെ ബസ് വരുന്ന റോഡിൽ നിന്നും നേരിട്ട് സ്റ്റാച്യുവിൻ്റെ ചോട്ടിലേക്ക് പോകാനുള്ളതാണ്. ഇതാണ് നമ്മൾ നടക്കുന്ന പാതയുടെ ഒരു വശത്തെ ദൃശ്യങ്ങൾ. മറുവശത്തു കൂടിയാണ് നമുക്ക് തിരിച്ചു വരാനായുള്ള ബെൽറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ താഴെ കാണുന്ന വാതിലിലൂടെ കയറി ലിഫ്റ്റിലൂടെ നമുക്ക് നേരിട്ട് സ്റ്റാച്യുവിൻ്റെ മുകളിൽ എത്താവുന്നതാണ്. അതുകൂടാതെ ഇരു സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന എസ്കലേറ്ററുകളിലൂടെ കയറി നമുക്ക് സ്റ്റാച്യുവിൻ്റെ കാൽപാദത്തിന് സമീപമായി എത്തിച്ചേരാം. ഇവിടെ നിന്ന് മേളിലോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ആ സ്റ്റാച്യുവിൻ്റെ ഭീമാകാരത്വം പൂർണ്ണമായും മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ കയറി എത്തിയിരിക്കുന്നത് നിലത്തു നിന്നും രണ്ടാമത്തെ നിലയിലേക്കാണ്. രണ്ടാമത്തെ നിലയിൽ നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങകലെയായി ഡാമും സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന എഴുത്തും നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായി നമ്മൾ കയറി ചെല്ലുന്നത് മൂന്നാമത്തെ നിലയിലേക്കാണ്. ആണ് നമ്മൾ മൂന്നാമത്തെ നിലയിൽ നിന്നും തിരിഞ്ഞു നോക്കുമ്പോഴുള്ള ദൃശ്യം. നമ്മൾ ഇങ്ങോട്ട് വന്ന ബെൽറ്റുകൾ ആ വെള്ളക്കൂടാരത്തിന് കീഴിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മൂന്നാം നിലയിൽ നിന്നും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ദൃശ്യം ഇതാണ്. ഈ എസ്കലേറ്റർ വഴിയാണ് നമ്മൾ സ്റ്റാച്യുവിൻ്റെ പാദത്തിൻ്റെ അടുത്തേക്ക് കയറിയെത്തുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഇതുപോലത്തെ കിടുക്കാച്ചി പിക്കുകൾ എടുക്കാവുന്നതാണ്. അകലെയായി ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന JCBകളെ കാണാം. താഴെയായി വൈകുന്നേരത്തെ ലേസർ ഫ്ലോയുടെ ലൈറ്റുകൾ നമുക്ക് കാണാം. രണ്ടാം നിലയിലെത്തി വേണം മുകളിലേക്കുള്ള ലിഫ്റ്റിൽ കയറാൻ. ലിഫ്റ്റിനകത്തായി സ്റ്റാച്യുവിൻ്റെ ഉയരം, നിർമ്മാണ രീതി എന്നിവ വ്യക്തമാക്കുന്ന പ്രിൻ്റുകൾ കാണാവുന്നതാണ്. ലിഫ്റ്റ് കയറി മുകളിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഭാഗത്തായി എയർ കണ്ടീഷനിങ് ചെയ്ത് തണുപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഡാമിന് അഭിമുഖമായ ബാൽക്കണി. മറുഭാഗത്തോട്ട് പോയ പ്രതിമയുടെ നിർമ്മാണ സ്ട്രക്ചറും മറ്റും കാണാവുന്ന രീതിയിൽ ഗ്ലാസ് ഇട്ട് നിർത്തിയിരിക്കുന്ന ചില ഭാഗങ്ങൾ. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണിയിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളാണ്. അകലെയായി ഹോളിവുഡ് ഹിൽസിനെ ഓർമ്മിപ്പിക്കുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന എഴുത്ത് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഈ സ്റ്റാച്യുവിൻ്റെ ചരിത്രം വിശദീകരിച്ചു തരാൻ ഗൈഡുകളുണ്ട്. ഇതാണ് പ്രതിമയുടെ സ്ട്രക്ചർ കാണാവുന്ന ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ. പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ വ്യക്തമാകും.
ഇതാണ് നമ്മൾ മുകളിൽ നിന്നും താഴെ ഇറങ്ങി വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന മ്യൂസിയം. മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിലെ പോലെ ചുമരെ തൂക്കിയിരിക്കുന്ന ചിത്രങ്ങളും കുറേ പുരാവസ്തുക്കളും കുത്തി നിറച്ച ഒരു കെട്ടിടം മാത്രമല്ല, വളരെ ആകർഷണീയമായ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡിജിറ്റൽ ബോർഡുകളും ആനിമേഷൻ മൂവികളും അടങ്ങുന്ന വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടുത്തെ മ്യൂസിയം. ഇത് ഗുജറാത്തിലെ ചരിത്ര സംഭവങ്ങളെ ഒരു വീഡിയോ ഗെയിം എന്ന രൂപേണ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഡിസ്പ്ലേയാണ്. ഇതിലോരോന്നും അവിടുത്തെ പല ആദിവാസി വർഗങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ഡിസ്പ്ലേകളാണ്. ഇതിലൂടെ അവയുടെ ചരിത്രം, അവരുടെ വാസസ്ഥലം മുതലായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം നമുക്ക് ലഭ്യമാകുന്നതാണ്. The Kolgas, also known as Kolchas, Dhorkolis or Dokre Kolis, are a particularly vulnerable tribe. They live in the forest and hilly areas of Valsad, Tapi, Surat districts of Gujarat. They originally belonged to the Khandesh area of Maharashtra. The name Dhorkoli was associated with raising of animals and agricultural labor. ഇത് നമ്മൾ കോന്നി ആനക്കൂടിൻ്റെയൊക്കെ അവിടുത്തെ മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന പോലെ വിവിധ ഇനം ജീവികളുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു തരം ഡിസ്പ്ലേ ആണ്. ഇത് അവിടെ ചെല്ലുന്ന നമുക്ക് നമ്മളുടെ ഒരു പ്രതിജ്ഞ അവിടെ നമ്മളുടെ പേരും സ്ഥലവും ഒക്കെ വെച്ച് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു തരം ഡിസ്പ്ലേ ആണ്. അവിടുത്തെ മ്യൂസിയത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന അതിൻ്റെ ചരിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ്. ഈ ബുക്കൊന്ന് ശ്രദ്ധിക്കൂ. ഈ ബുക്ക് ആ മേശപ്പുറത്ത് പഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അവിടെ നിന്ന് ആർക്കും എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ചരിത്രമടങ്ങുന്നതും മറ്റു വിവരണങ്ങൾ അടങ്ങുന്നതുമായ ബുക്കാണിത്. ഇതാണ് മ്യൂസിയത്തിൻ്റെ പ്രധാന ഹാൾ. ഇവിടുത്തെ ലൈറ്റിംഗ് വളരെ വ്യത്യസ്തമാർന്നതാണ്. ഈ കാണുന്ന ദ്വാരങ്ങളിലൂടെ സൂര്യപ്രകാശത്തെ മുകളിലത്തെ നിലയിൽ നിന്നും കടത്തിവിട്ടാണ് ഇങ്ങോട്ടുള്ള ലൈറ്റിംഗ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ താഴെയായി നമ്മൾ മുമ്പേ കണ്ട ഹോളുകളിലൂടെയാണ് താഴേക്ക് പ്രകാശം കടന്നു പോകുന്നത്. ഇത് മ്യൂസിയത്തിൻ്റെ മറ്റൊരാകർഷണീയതകളിൽ ഒന്നാണ്. പട്ടേൽ ജിയുടെ തല എൻലാർജ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ശില്പമാണിത്. കൂടാതെ മറ്റനേകം ചെറുശില്പങ്ങളും ഈ വലിയൊരു ശില്പത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതും ആണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. ഈ സ്റ്റാച്ചുവിൻ്റെ നിർമ്മാണത്തിനായി ആദ്യം ലഭിച്ച ലോക കഷ്ണം. അപ്പുറത്തിരിക്കുന്നതാണ് പണി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഉപയോഗിച്ച കൊടി. മറ്റുള്ള പുറം കാഴ്ചകളിലേക്ക് പോകാനായി നമ്മൾ ഈ വാതിലിലൂടെ തന്നെ തിരിച്ചു നടക്കേണ്ടതാണ്. ഇതിന് ചുറ്റുമുള്ള മറ്റു കാഴ്ചകളുമായി നമ്മളുടെ പാർട്ട് 4 വീഡിയോ ഉടനടി വരുന്നതാണ്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഒന്ന് അടിച്ചു തകർത്തേക്കുക. അപ്പോൾ തൽക്കാലത്തേക്കിന് ഗുഡ് ബൈ.